നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ നുങ്കോ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായിട്ട് ഇവിടെ കസ്റ്റംസ് ഇവിടെ ഭയങ്കര റെയ്ഡ് നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ പല യുവ പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ വീടുകളിൽ നിന്നൊക്കെ തന്നെ വാഹനങ്ങൾ അനധികൃതമായിട്ട് വിൽപ്പന നടത്തിയിട്ടുള്ള വാഹനങ്ങളൊക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ അന്വേഷണം കഴിയുമ്പോൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇപ്പോൾ കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നമ്മുടെ കേരളത്തിലെത്തും. കേരളത്തിൽ നിന്നല്ല, ഇത്തരത്തിൽ കച്ചവടം നടത്തി വാങ്ങിയിട്ടുള്ള നടന്മാരുടെയൊക്കെ തന്നെ വീട്ടിലെത്തുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഇടി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ GST വകുപ്പും ഒരു പ്രത്യേക അന്വേഷണം നടത്തുന്നതാണ് പറയുന്നത്. ഏതായാലും നമ്മുടെ നടന്മാരൊക്കെ കുടുങ്ങി എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാമല്ലേ? ഏകദേശം കുടുങ്ങി എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ നമുക്ക് അറിയാം, കേരളത്തിലെ 5 ജില്ലകളിലായിട്ട് 36 വാഹനങ്ങളോളമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നടന്മാർ ഇത് അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളൊരു സംശയം. ഇന്നലെ നമുക്കറിയാം, കമ്മീഷണറുടെ പ്രിവെന്റീവ് കമ്മീഷണർ ടിജുവിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതും വലിയ വിവാദത്തിലേക്ക് പോയി. കാരണം സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോളിന് ശേഷം തനിക്ക് ഇനി ഒരു വാർത്താ സമ്മേളനം നടത്താൻ സാധ്യമല്ല എന്നുള്ള തരത്തിൽ വരുന്നു. അവിടെ നമുക്ക് മനസ്സിലായി. എന്നാൽ അദ്ദേഹം അതിന് മുന്നേ തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് ഒരു ഭയവും ഇല്ലാണ്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് നാവിന് ബ്രേക്ക് ഇട്ടത് ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത്. കാരണം അത് പ്രമുഖരായിട്ടുള്ള നടന്മാരുണ്ട്, വ്യവസായികളുണ്ട്. അപ്പം ചില വ്യക്തികൾ അദ്ദേഹത്തിന് നാവിന് കടിഞ്ഞാണിട്ടോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കടിഞ്ഞാണിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം നിർത്തി ഇറങ്ങിപ്പോയി. ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. പക്ഷേ അതിന് മുന്നേ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടുന്നതായിട്ടുള്ള എല്ലാ വിവരങ്ങളും അദ്ദേഹം കൊടുത്തു. അതിനിടയ്ക്കാണ് ആദ്യം ഒരു കോൾ വരുന്നു. അദ്ദേഹം അത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. പിന്നീട് വീണ്ടും അദ്ദേഹത്തിന് അത്രയ്ക്ക് മുകളിൽ നിന്നുള്ള എന്തൊക്കെയോ വിളികൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം 4 ചുറ്റും ഒരു പക്ഷേ ഇത് മൂടി അടയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഇത് അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ് എന്നുകൂടി ഒന്ന് ഓർക്കുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ വന്ന വഴി എന്ന് പറയാൻ നമുക്കറിയാം, ഭൂട്ടാനിൽ പട്ടാളക്കാർ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന നിരവധി വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിലേക്ക് വരുന്നു. അവിടെ രജിസ്ട്രേഷൻ നടത്തിയിട്ട് കേരളത്തിലേക്കും മറ്റ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വരുന്നത്? ഈ പട്ടാളക്കാർ ഉപയോഗിച്ച് എന്ന് കരുതപ്പെടുന്ന വാഹനങ്ങൾക്ക് പുറമെ പുറമേ നിന്നുള്ള പുതിയ വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് വരും. കാരണം ഭൂട്ടാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ വേണം നികുതി കുറവാണ്. അപ്പം ഇവിടെ 200% വാഹനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന അവിടെ അതിൻ്റെ ഒരു കാൽഭാഗം പോലും ഇല്ല. അപ്പം ഇവിടെ ഇപ്പോൾ 2 കോടി 3 കോടിയൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് അവിടെ 10 ലക്ഷമോ 20 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ വരുന്ന വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിലേക്ക്, അതായത് ഒരു യൂസ്ഡ് കാർ എന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുവരാം. പിന്നെ അദ്ദേഹം തന്നെ ടിജു തന്നെ പറഞ്ഞതുപോലെ രണ്ടാമത് ടൂറിസ്റ്റുകാർ നിരവധി പേര് ഹിമാചൽ പ്രദേശ് ഭൂട്ടാനിൽ നിന്ന് ആ പ്രദേശത്തിലോട്ട് കടന്നു കഴിഞ്ഞിട്ട് ഈ വാഹനം അവിടെ ഉപേക്ഷിച്ചു പോയി എന്നുള്ള രീതിയിൽ വീണ്ടും ഈ പറഞ്ഞോണം അവിടുത്തെ ഹിമാചൽ പ്രദേശിലെ RTO ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിനിടയ്ക്ക് കുറേ മീഡിയേറ്ററും ഇടനിലക്കാരും ഉണ്ട്. ഇവരിലൂടെ എന്താണ് ഇത് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അത് യൂസ്ഡ് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ഇത് ഒരു പക്ഷേ കേരളത്തിൽ നിന്നല്ല നിരവധി പേരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഈ പരിവാഹൻ സൈറ്റ് പോലും ഹാക്ക് ചെയ്ത് ഇനി ഇത്തരത്തിൽ മാറ്റിയിട്ടുണ്ട്. അതായത് 2014 നിർമ്മിച്ച വാഹനങ്ങളൊക്കെ 2005 രജിസ്ട്രേഷൻ ചെയ്തതായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അതായത് 14 നിർമ്മിച്ച വാഹനം, അതിൻ്റെ മോഡൽ നോക്കുമ്പോൾ 2014 മോഡൽ 2005 രജിസ്ട്രേഷൻ ചെയ്ത്. അപ്പോൾ അത്തരത്തിൽ ഹാക്ക് ചെയ്ത് ഇനി അതൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഒരു പക്ഷേ RTO ഈ പറഞ്ഞ മോട്ടോർ വാഹന വകുപ്പിലൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനുപരി ഇത് വലിയൊരു കള്ളക്കടത്താണ്. ഇത് ആദായ നികുതി വെട്ടിക്കത്തക്ക രീതിയിലുള്ള വലിയൊരു കള്ളക്കടത്തായിട്ട് കൂടിയാണ് ഇതിനെ കാണുന്നത്. കാരണം ടാക്സ് അടയ്ക്കാതെ ഒരു പക്ഷേ ഈ വാഹനത്തിൻ്റെ പണം ബ്ലാക്ക് മണീസ് വൈറ്റ് ആക്കാനുള്ള വലിയൊരു പരിപാടിയും കൂടാണ്. അത് ഈ പണം ഉണ്ടെങ്കിൽ അത് നേരിട്ട്, കാരണം ഇവർ കൊടുത്തതിന് വലിയ നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള വാഹനം വസ്തുവൊക്കെ വാങ്ങിക്കുന്നതിന് എന്താണ് ബാങ്ക് ത്രൂ ആണ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്. ഇത് പല വ്യക്തികളും ഈ വമ്പന്മാരെല്ലാം കൈകളിലാണ് കാശ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ദുൽഖറും പൃഥ്വിരാജ് മമ്മൂട്ടിയൊക്കെ വാങ്ങിക്കുന്ന ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്ന 15-14 കോടി രൂപയാണ്. ദുൽഖറും പൃഥ്വിയൊക്കെ വാങ്ങിക്കുന്ന 7-8 കോടിയാണ് എന്നാണ് കരക്കമ്പി. അതായത് പറയുന്ന ആൾക്കാരൊക്കെ പറയുന്ന അത്രയും കോടി. അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപയ്ക്ക് ആദായ നികുതി കൊടുക്കാൻ ഇവർക്ക് വട്ടൊന്നുമില്ലല്ലോ. സാധാരണ എല്ലാവരും ചെയ്യുന്ന ചില തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഇവരൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനത്തെ ഈ ബ്ലാക്ക് മണീസ് ഉണ്ടാക്കുന്ന ബ്ലാക്ക് മണീസൊക്കെ ആയിരിക്കും ഇവർ
ഇത്തരത്തിൽ എന്താണ് വാഹനങ്ങളിലേക്ക് കൊടുക്കുകയും അപ്പോൾ വാഹനം കൈവരും ആൻറ്റിക്കായിട്ടുള്ള പഴയ മോഡൽ വാഹനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളത് ഇവരുടെ ക്രേസും കൂടാണ്. അപ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങിക്കുക, ഇൻഷുറൻസിന് ചിലവാക്കുക, ട്രസ്റ്റുകളിലേക്ക് കൊടുക്കുക, ഇങ്ങനെ പല രീതിയുണ്ട് ഇത്തരത്തിലുള്ളവർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഇടനിലക്കാർ വഴി ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവർ രക്ഷപ്പെടും. പക്ഷേ ഇവരറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് ഈ ഒരു അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ ഒരു പക്ഷേ ഇവർ പെടും. ഇപ്പോൾ ദുൽഖറിൻ്റെ 2 വാഹനങ്ങൾ മാത്രമേ പിടിച്ചിട്ടു. പൃഥ്വിരാജിനെയും കാണാനില്ല, പൃഥ്വിരാജിന്റെ വാഹനത്തെയും കാണാനില്ല. അപ്പൊ അതിനെ തപ്പി ഇപ്പൊ പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് വാഹനമായിട്ട് മര്യാദയ്ക്ക് വരാൻ പറഞ്ഞു. കാരണം അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ പൃഥ്വിക്കും ദുൽഖറിനും ഒക്കെ 2021 മുതൽ ഇങ്ങോട്ട് തുടർന്ന് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. ദുൽഖറിന് ഒരു തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ദുൽഖറിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക്, സിനിമാ പ്രൊഡക്ഷൻ കമ്പനി. പക്ഷെ പൃഥ്വിരാജിനാണെങ്കിൽ തുടരെ കഴിഞ്ഞ വർഷവും 2025 ആദായ നികുതി. അപ്പം ഇതൊന്നുമില്ലാതെ ഇവർ വന്ന് ഇത് ചെയ്യത്തില്ല. എല്ലാവരും ചോദിക്കുക എമ്പുരാൻ എഫക്റ്റ് ആണ്. ഒരു ഭാഗത്ത് നോക്കി രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. കാരണം അത്രത്തോളം ഒരു രാഷ്ട്രീയത്തെ മ്ലേച്ഛീകരിക്കുന്ന തരത്തിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് ചില പ്രയോഗങ്ങൾ ഉണ്ടാകുമെന്ന് പൃഥ്വിരാജ് അത് മനസ്സിലാക്കണമായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെയും ഉണ്ടായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് മൊത്തത്തിലുള്ള എല്ലാവർക്കും കൂടാണ്. ഇന്ത്യ മൊത്തത്തിൽ ഒരേപോലെയാണ് റെയ്ഡ് വന്നിരിക്കുന്നത്. അത് പൃഥ്വിരാജ് മാത്രമല്ല, നിരവധി വ്യവസായികളും ദുൽഖറും ഉൾപ്പെടെയുള്ള നിരവധി പേര് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം തന്നെ നമുക്കറിയാം കാന്താര 2 സിനിമ പൃഥ്വിരാജ് മലയാളത്തിലേക്ക് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, പ്രൊഡക്ഷൻ ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. അപ്പം പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനിയാണ് അത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം സാധാരണ തിയേറ്ററിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 40% ഒരു ദിവസത്തേക്ക് കണ്ട്. പക്ഷേ പൃഥ്വിരാജ് ചോദിച്ചിരിക്കുന്ന 55%. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുന്നത്, ലാഭത്തിന് വേണ്ടി ഏത് ഇതും ചെയ്യുക, അത് അദ്ദേഹത്തിൻ്റെതായ കാര്യമാണ്, നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയും നല്ല രീതിയിൽ കോടികളുടെ ബിസിനസ് തന്നെ പറയാം ഇത്തരത്തിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കുക. ഇതിനൊക്കെ ടാക്സ് അടയ്ക്കണം, ടാക്സ് അടച്ചില്ലെങ്കിൽ പെട്ടുപോകും എന്നുള്ളതുകൂടി ചിന്തിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പെടും, ഇത് ഇന്ത്യയാണ് എന്നുള്ള രീതിയിലും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്. സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ ഇപ്പോഴും അദ്ദേഹം കേസ് നേരിടുന്നുണ്ട്. അതും തെറ്റ് തന്നെയാണ്. പക്ഷെ അവിടെ അദ്ദേഹം ടാക്സ് അടയ്ക്കാതാണ് അല്ല ഈ വാഹനം കൊണ്ടത്. കാരണം പോണ്ടിച്ചേരി എന്നൊക്കെ പറയുന്നത് കേന്ദ്രഭരണ പ്രദേശം, മാഹിയൊക്കെ കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ വളരെ ടാക്സ് കുറവാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് വാഹനം എടുക്കുമ്പം വളരെ ടാക്സ് കുറവാണ്. നമ്മുടെ ഇവിടെ എന്ന് പറയുന്ന ടാക്സ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ടാക്സ് മാത്രമല്ല, കേരളത്തിന് ഒരു പ്രത്യേക ടാക്സ് ഉണ്ട്, പിന്നെ സെസ്സും ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടെ അടച്ചു വരുമ്പോഴേ നമ്മുടെ നട്ടെല്ലാം ഒഴിഞ്ഞ് ചന്നം ചിഹ്നമാവും. അതുകൊണ്ട് ഈ സത്യം പറഞ്ഞാൽ ശരിക്കും ഇത് കേന്ദ്രഭരണ പ്രദേശ നാടൊക്കെ ആക്കേണ്ടുന്ന സമയം കഴിഞ്ഞു. അതാകുമ്പോൾ ടാക്സ് കുറയും, ജനങ്ങൾ സത്യം പറഞ്ഞാൽ സുഭിക്ഷമായിട്ട് കഴിയും. ഇത് കേരളത്തിൻ്റെ ടാക്സും സെസ്സും ഒക്കെയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. GST ഒക്കെ വരുമ്പോൾ ഹൈ ആണ് ഓരോ ഷോപ്പുകാർക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പോണ്ടിച്ചേരിയിൽ നിന്ന് അദ്ദേഹം പോയി ഒരു രജിസ്റ്റേർഡ് വാഹനം എടുക്കും. പക്ഷെ അവിടെ അദ്ദേഹം കേന്ദ്രത്തിന് ടാക്സ് അടച്ച് തന്നെയാണ് വാഹനം എടുത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ പോണ്ടിച്ചേരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വാഹനം എടുക്കുമ്പോൾ അവിടുത്തെ അഡ്രസ്സ് കാണിക്കണം. അവിടെ താമസിക്കുന്നു, അവിടുത്തെ ഇത്തരത്തിലുള്ള കുറേ ഇത് ഇങ്ങനെ വരുന്നത് കൊണ്ട് അവിടുത്തെ അഡ്രസ്സ്, അവിടെ താമസിക്കുന്നുള്ള അഡ്രസ്സ് കാണിച്ചു വേണം. അവിടെയാണ് അദ്ദേഹം എന്തോ കൃത്രിമം കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന്. പക്ഷേ ടാക്സ് അടച്ചിട്ടുണ്ട്. അദ്ദേഹം വെട്ടിപ്പും തട്ടിപ്പൊന്നും ഇതുപോലെ നടത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ നടത്തിയിരിക്കുന്നത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. കാരണം ആദായ നികുതി വെട്ടിപ്പാണ്. അത് വലിയ രീതിയിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത് മാത്രമല്ല, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ആദായ നികുതി വകുപ്പിൽ നേരത്തെയും കേസുകളുണ്ട്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തതിൻ്റെ ഫലമായിരിക്കുമല്ലോ. അല്ലാതെ വെറുതെ വന്ന് ഓരോരുത്തർ വന്ന് എൻക്വയറി ചെയ്യത്തില്ലല്ലോ, ഇങ്ങനെ കയറി ഇറങ്ങി പോകത്തില്ലല്ലോ. അപ്പോൾ ഒരു തവണയല്ലല്ലോ, നിരവധി തവണയാണ്. നേരത്തെ ലംബോർഗിനിയായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ അന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു, ഇത് ടാക്സ് ഒക്കെ അടച്ചിട്ടാണോ? ഞാൻ കൃത്യമായിട്ട് ടാക്സ് ഒക്കെ ഞാൻ പോണ്ടിച്ചേരി ഇതൊന്നും അല്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. കാരണം പോണ്ടിച്ചേരിയിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിലും കേന്ദ്രത്തിനെങ്കിലും ടാക്സ് കൊടുത്തെന്നെങ്കിലും പറയായിരുന്നു. പക്ഷേ ഇത് പോണ്ടിച്ചേരിയിൽ നിന്നല്ല, ഭൂട്ടാൻ പോലുള്ള മറ്റൊരു രാജ്യത്ത് നിന്ന് പോയി എടുത്തിട്ട് വന്നിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് അവിടെ ഈ പറഞ്ഞോണം വെട്ടിപ്പും തട്ടിപ്പും മാത്രമല്ല, വലിയൊരു ക്രിമിനൽ കുറ്റവും കൂടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നുണ്ട് അദ്ദേഹം ഇന്ന് TTG നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം നമ്മുടെ രാജ്യസുരക്ഷയെ വരെ ബാധിക്കുന്ന വിഷയമാണ് ഇത് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കാരണം മറ്റൊരിടത്തുനിന്ന് ഹിമാചൽ പ്രദേശിലേക്ക് വരുന്നു. രാജ്യസുരക്ഷ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും കൂടിയാണ്. അപ്പം അത് ഒരു പക്ഷേ ഭയങ്കരമായിട്ട് മാത്രമല്ല, അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് വളരെ നിയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോയി. ഇത് അറിയാണ്ടാണ് ഇത് ഇത്തരത്തിൽ വാഹനങ്ങൾ ഇത് പാർട്സ് ആയിട്ടൊക്കെയാണ് ഇറക്കൊണ്ടുവരുന്നത്. ചിലവർ ടൂറിസ്റ്റ് വനാതിർത്തികളിലുള്ള, പിന്നെ ചിലവർ ടൂറിസ്റ്റ് ഇത് എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ എന്താണ്
കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇപ്പം നമ്മൾ 3 നടന്മാരെയാണ് ഇവിടെ ഇപ്പോൾ ഈ കേസുമായിട്ട് ഇത്തരത്തിൽ പൊക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലെ DQന്റെ അതായത് ദുൽഖറിന്റെ 2 വാഹനങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിനെ മാത്രമാണ് ഇതുവരെ കിട്ടാതിരുന്നത്. പിന്നെ മറ്റൊരാളും ഉണ്ടായിരുന്ന അമിത് ചക്കാലിന്റെ 8 വാഹനങ്ങളുണ്ട്. ഈ 8 വാഹനങ്ങളിൽ 5 എണ്ണം ഗ്യാരേജ്, ഏത് ഗ്യാരേജിൽ കിടക്കുന്നത് എന്താണെന്നുള്ള എനിക്ക് പുള്ളി പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. 2 എണ്ണത്തിൽ ഒരെണ്ണം അദ്ദേഹത്തിന്റെ മധ്യപ്രദേശ് രജിസ്ട്രേഷനാണ്, അത് നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നതിലും ആ 5 വാഹനങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളുടെയാണെന്ന് പറയുന്നതിൽ തന്നെ ഒരു അവ്യക്തത വരുന്നുണ്ട്. കാരണം അത് ഗ്യാരേജിൽ കിടക്കുന്ന വാഹനമാണ്, എൻ്റെ അല്ല, എൻ്റെ സുഹൃത്തുക്കളുടെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കൃത്യമാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് കാണുമ്പം, നമുക്ക് പൊതുവേ ഇന്ന് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള കാര്യം. ഇത് അറിയാതൊന്നും ഇവരൊന്നും എടുക്കത്തില്ല. കാരണം ഇത്തരത്തിലുള്ള റേഞ്ച് ഓവർ അല്ലെങ്കിൽ പറയുന്നോണം എന്തൊക്കെയാണ് ലാൻഡ് ക്രൂയിസ്, പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കുറേ വാഹനങ്ങൾ, അതായത് വലിയ ആഡംബര വാഹനങ്ങളാണ് ഇതൊക്കെ. കോടികളുടെ വില വരുന്ന വാഹനങ്ങൾ, 2.5 കോടിയൊക്കെ വരുന്ന 30-40 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നടന്മാർ അറിഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറിയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്തരത്തിൽ ഇത് നടക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം പുതിയ വാഹനങ്ങളൊക്കെയാണ്, അധികം ഓടിക്കാത്ത വാഹനങ്ങളാണ്. അധികം ഓടിക്കാത്ത ഇന്ത്യയിലുള്ള നമ്മൾ സ്വാഭാവിക ബുദ്ധിയോടൊന്നും ചിന്തിച്ചു നോക്കും, നമ്മുടെ രാജ്യത്തുള്ള അധികം ഓടിക്കാത്ത വാഹനങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ്, പ്രത്യേകിച്ച് ബ്രാൻഡ് വാല്യൂ ഉള്ള വാഹനങ്ങൾ നിശ്ചിത പെർസെൻറ്റേജ് കുറച്ച് മാത്രമേ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റൂ. അത്രയ്ക്ക് വിലക്കുറവൊന്നും ഉണ്ടാകത്തില്ല. ഇത് പകുതി കാൽഭാഗം പോലും വിലയില്ലാതെ വലിയ ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഇവർക്ക് ബുദ്ധിയും ബോധമുള്ളവരാണ് ഇവർ. ഈ വാഹനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ എനിക്കോ കൃഷ്ണേന്ദുവിനോ അറിയാത്ത പല കാര്യങ്ങളും ഇവർക്കറിയാം അല്ലേ. എല്ലാ വാഹനത്തിൻ്റെ A to Z കാര്യം, മോഡൽ അറിയാം, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, ഇത് സൈറ്റിൽ നോക്കുമ്പോൾ അറിയാം, ഇത് എവിടെ നിന്ന് വന്നു എന്നറിയാം. അപ്പം ഇങ്ങനെയുള്ളത് നോക്കുമ്പം സ്വാഭാവികമായിട്ട് ഒരാൾ ഇതെല്ലാം ശ്രദ്ധിച്ചും കണ്ടും എല്ലാം കൈകാര്യം ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒന്നും ബുദ്ധിയില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇനിയിപ്പോൾ ED അന്വേഷണം വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിപ്പോൾ കസ്റ്റംസ് മാത്രമല്ല, അല്ലെങ്കിൽ ആദായ നികുതിയുടെ ഇത് മാത്രമല്ല, EDയുടെ അന്വേഷണവും കൂടെ വരുന്നുണ്ട്. പലതരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള രീതിയിൽ ED അന്വേഷണം വീണ്ടും പൃഥ്വിരാജിനും ദുൽഖറിനും നേരിടേണ്ടി വരികയാണ്. അപ്പോൾ ഇന്നലെ എന്തായാലും കസ്റ്റംസ് പാവം പിടിച്ച ടിജു സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് മൂട്ടിൽ ആരോ നന്നായിട്ട് അമിട്ട് പൊട്ടിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതോ വലിയ കൊമ്പത്തു നിന്നുള്ള വിളികളൊക്കെയാണ് വന്നത്. അദ്ദേഹം അതോടെ തന്നെ വാർത്താ സമ്മേളനം നിർത്തി. ഇനി ഇത് ഒതുക്കി തീർക്കാനുള്ള പരിപാടിയാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള അന്വേഷണങ്ങളും ഈ പറഞ്ഞ ഓപ്പറേഷൻ ലുങ്ഘോർ എന്ന നേരിട്ടുള്ള, നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം, പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മുടെ രാജ്യം കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ഏത് കാര്യത്തിലാണെങ്കിൽ, ഇറക്കുമതി കയറ്റുമതി കാര്യങ്ങളിലെല്ലാം ചൈനയുമായിട്ട് നമ്മളിപ്പോൾ ഒരു ബന്ധം നിലനിർത്തുന്നുണ്ടെങ്കിൽ തന്നെയും അവിടുന്ന് വരുന്ന കാര്യങ്ങളിലും അങ്ങോട്ട് അയക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മളൊരു നിയന്ത്രണമുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇങ്ങനെ ചുറ്റുവട്ടത്തൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള പല കാര്യങ്ങളിലും ഇന്ത്യക്ക് എപ്പോഴും ഒരു ശ്രദ്ധയാണ്. കാരണം ഇപ്പോൾ സൗദിയുമായിട്ട് പാകിസ്ഥാൻ ഒരു കരാർ, മറ്റേതൊക്കെ രഹസ്യമായിട്ടുള്ള ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരസ്യമാക്കിക്കൊണ്ട് കരാർ വരെ ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ 4 ചുറ്റും ശത്രുക്കൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യ ഭയങ്കര ജാഗ്രതയോടുകൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരത്തെ മുൻകൂട്ടി ഇവർക്ക് അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ചെക്കിങ്ങുകളൊക്കെ നടത്തി ഇങ്ങനെ ഒരു ഇടനിലക്കാരൻ വഴിയാണ്. ആ ഇടനിലക്കാരൻ 1 ലക്ഷം രൂപ വിലയുള്ള ഒരു ഭൂട്ടാനിൽ നിന്ന് വാങ്ങിയ ഒരു കാർ രജിസ്റ്റർ ചെയ്തു. അതിനെ ചൊല്ലിയാണ് അതിനെ പിടിച്ചാണ് ഇവർക്ക് ഇത്രയും ഇൻഫർമേഷൻസ് കിട്ടിയത്. അങ്ങനെയാണ് ഈ ഒരു ഓപ്പറേഷൻ ലുങ്ഘൂർ അല്ലേ, ലുങ്ഘൂർ എന്ന പേരിട്ട് ഇത്തരത്തിൽ അവർ ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത് ഒരേ സമയത്ത് തന്നെ. അപ്പോൾ ഇത് വെറും ഒരു ഇതായിട്ട് മാറ്റിക്കളയാൻ ഇനി എത്ര വലിയ വ്യവസായിയോ ഏത് നടൻ ശ്രമിച്ചാലോ നടക്കാൻ പോകുന്നില്ല. കാരണം ഇത് കേന്ദ്രത്തിൽ നിന്നുള്ള അന്വേഷണമാണ്. തുടർ അന്വേഷണങ്ങൾ കാണും. ഒരു പക്ഷേ ഇപ്പോൾ കേരളത്തിലായതുകൊണ്ട് ഇത് ആദായ നികുതി വകുപ്പ് അല്ലെങ്കിൽ ടാക്സ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ തൽക്കാലം ഒന്ന് നിർത്തി വെച്ചിരിക്കുന്നെങ്കിലും വീണ്ടും ഇത് നല്ല രീതിയിൽ ഇതൊരു അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ ആസ്തികളിലേക്ക് പോകും. കാരണം ഇത്തരത്തിലുള്ള മലപ്പുറത്താണ് ഏകദേശം 11 കാറുകൾ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആസ്തികൾ, ഇത് എങ്ങനെയാണ് ബ്ലാക്ക് മണീസ് കൊടുത്തത്, അപ്പോൾ ഒരു കാറിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഇനി നേരെ പോകുന്ന അവരുടെ
പല ബിസിനസ് മേഖലകളിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് മേഖലകളിൽ അത് പൃഥ്വിരാജോ ദുൽഖറോ ആണെന്നൊന്നും ചിന്തയില്ല. അത് മൊത്തത്തിൽ അട്ടപ്പട്ടലം പൂട്ടാൻ സാധ്യതയുണ്ട്. കാരണം പൃഥ്വിരാജിന് മുമ്പേ ഒരു പെട്ടെന്നാണ് പൃഥ്വിയൊക്കെ ഒരു പക്ഷേ പൊങ്ങി വന്നത്. അപ്പം ഒരു പക്ഷേ ഇന്ദ്രജിത്തും ഇതിനേക്കാളെ മുന്നേ തന്നെ ഈ ഒരു ഫീൽഡിൽ നിന്നെയാണ്. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ നിന്നെയാണ്. പക്ഷെ അതിനേക്കാളേറെ ഒരു വലിയൊരു സാമ്പത്തിക നേട്ടം പൃഥ്വിരാജ്, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കഴിവായിരിക്കാം, അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അത് ഇത്തരത്തിലുള്ള വെട്ടിപ്പും തട്ടിപ്പുമായിട്ടുള്ള രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ ആദായ നികുതി വകുപ്പ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് പോയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്താ പറയുന്ന വലിയൊരു എന്താ പറയുന്നത് നിയമപരമായിട്ടുള്ള രീതി പൃഥ്വി നേരിടേണ്ടി വരും. കാരണം ഇനി അദ്ദേഹത്തിൻ്റെ ആസ്തികളിലേക്ക് നേരത്തെ ഇൻകം ടാക്സ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. ഇനി ഇ ഡി വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ ഒരു പ്രക്രിയയും കൂടെ നടന്നതുകൊണ്ട് ഇ ഡിയുടെ വകുപ്പിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇ ഡി വാഹനപ്രേമികളായിട്ടുള്ള മിക്ക ആൾക്കാരെ ഇത് പോകാൻ പേടിച്ച് കാണും. ഇനി എടുക്കുമ്പോൾ സൂക്ഷിക്കും. കാരണം എന്തിനാണ് നിങ്ങൾക്ക് പണമുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും കോടിക്കണക്കിന് രൂപയാണ് ഇവരൊക്കെ ഒരു പക്ഷേ ചലച്ചിത്ര മേഖലയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അത് ഇന്നാള് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇവർ നടന്മാരും വാങ്ങിക്കുന്ന നടിമാരെക്കാൾ കോടിക്കണക്കിന് രൂപ പലപ്പോഴും പ്രൊഡ്യൂസേഴ്സിനും താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയും കോടികൾ വാങ്ങിയിട്ട് പിന്നെ അതിൽ നമ്മുടെ രാജ്യത്തെ കൂടി മുക്കുന്ന, നമ്മുടെ മറ്റുള്ള ജനങ്ങളെ കൂടി പറ്റിക്കുന്ന തരത്തിൽ ഇത്രയും ആടപ്പാടൽ മറ്റുള്ളവരെ ചതിക്കുന്ന തരത്തിൽ പോകുക എന്നുള്ളത് തെറ്റ് തന്നെയാണ്. ഇനി എത്ര കള്ളപ്പണം വെളുപ്പിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അത് കയ്യോടെ പൊക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതെന്തായാലും കൃത്യമായ ഒരു കുരുക്ക് വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ആസ്തികളിലേക്കുള്ള അന്വേഷണമാണ് ഇനി പോകുന്നത്, പ്രത്യേകിച്ച് പൃഥ്വിരാജ്, ദുൽഖർ തുടങ്ങിയവരുടെ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ പക്കാ കറക്റ്റാണ്. പൃഥ്വിയും സുപ്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു, ഞങ്ങൾ ടാക്സ് അടച്ചു, ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. മല്ലിക സുകുമാരനൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു പറയും. ഇപ്പോൾ എമ്പുരാൻ ഇറങ്ങിയതും പിന്നെ ഈ പറഞ്ഞോണം എനിക്കതിൽ ഭയങ്കര ഇതായിട്ട് തോന്നിയതേ, ഇപ്പോൾ കാന്താര ഇത് ഇറങ്ങുന്നുണ്ട്. എന്തിനാണ് അവർ ആ സിനിമ എടുക്കാൻ പോകുന്നത് മലയാളത്തിലേക്ക്? അവർ എമ്പുരാൻ പോലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞോണം ചില ജിഹാദി ടൈപ്പുള്ള ചില സിനിമകളൊക്കെ എടുത്തോട്ടെ. എന്തിനാണ് അവർ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സിനിമകൾ എടുത്ത് വീണ്ടും ഇതാവേണ്ട കാര്യം തോന്നുന്നു? കാന്താര സ്വാഭാവികമായി പുറമേ നിന്ന് കാന്താര എഫക്റ്റ് ആണോ എന്ന് പലരും പറയുന്നുണ്ട്, ഗുളികൻ്റെ എഫക്റ്റ് ആണോ എന്ന് പറയുന്നുണ്ട്. കാരണം കാന്താര 2 വന്നപ്പോഴേക്കും കുറേ അതിൽ ജോലി ഈ പറഞ്ഞോണം അഭിനയിച്ച കുറച്ച് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു വല്ലാത്ത ഒരു ചിത്രമാണ് എന്നുള്ളത്. ഇപ്പം കാന്താര എഫക്റ്റ് ആണോ എന്നുള്ളതും പറയുന്നുണ്ട്. കാന്താര കാണുമ്പോൾ എല്ലാവരും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് കാണുന്ന എന്നൊക്കെ ഇന്നലെ ഇങ്ങനെ പറയുന്നത് കേട്ടോ അതിൽ അഭിനയിച്ച വ്യക്തി. അപ്പോൾ ഇത്തരത്തിൽ കാന്താര എഫക്റ്റ് ആണോ എന്നുള്ളത് അറിഞ്ഞു. അതുകൊണ്ട് സൂക്ഷ്യം കണ്ടുമൊക്കെ കളിക്കുക. ഇപ്പം അയ്യപ്പനെ കളിച്ചത് പണി പിണറായിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് ചിലതൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാനിരിക്കുന്നു കൃഷ്ണേന്ദു. ഇപ്പം ഈ ഒരു കാന്താര ഇത് വരുന്നു, എമ്പുരാൻ സിനിമ ഇറങ്ങുന്നു, പഹൽഗാം ആക്രമണം നമുക്കുണ്ടാവുന്നു, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാവുന്നു. പക്ഷേ ഈ ലക്ഷദ്വീപിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട കേന്ദ്രഭരണ പ്രദേശമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഇതൊക്കെ പലപ്പോഴും സിനിമാ നടിമാരും ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പഹൽഗാമിലെ നമ്മുടെ പാവപ്പെട്ട കുറേ ഇന്ത്യൻ ജനങ്ങൾ, സ്ത്രീകൾ വിധവകളായപ്പോൾ ഒറ്റയൊരെണ്ണം പൃഥ്വിരാജൊക്കെ അങ്ങ് ആലോചിച്ച് ചിന്തിച്ചൊക്കെ ഒരു വേർഡ് ഇട്ടത് അല്ലാതെ ഒറ്റയൊരെണ്ണം ദുൽഖർ ഇട്ടിട്ടുണ്ടെങ്കിലും ഇല്ല പറഞ്ഞ വേണോ വേണ്ടായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇട്ടത്. അത് ചിലരെ കണ്ടിട്ടുള്ളൂ, സ്റ്റാറ്റസ് പോലൊക്കെയാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിനും ഒക്കെ അതുപോലെ തന്നെയാണ്. പക്ഷെ മറ്റേതിനൊക്കെ നല്ല കർക്കശമായിട്ടുള്ള നല്ല തൻ്റേതായ ഭാഷയിലൊക്കെ ഇടുന്നത് കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആരോടാണ് കൂറ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ കൂറ് നിൽക്കുന്നവർ ഇന്ത്യൻ നിയമം അനുസരിച്ച്, ഇന്ത്യയിലെ ചിട്ടകൾ അനുസരിച്ച് മര്യാദയ്ക്ക് നികുതിയൊക്കെ അടിച്ചില്ലെങ്കിൽ എന്താണ് പണി കിട്ടും. അത് ആർക്കാണെങ്കിലും പണി കിട്ടും എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു.